पकड़ो राइट टू प्लेयर फर्स्ट हाँ राइट राइट വൈറൽ ഗേൾ മൊണാലിസയുടെ വിവാഹമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. നിയമപരമായ ഒരു വിവാഹം കഴിഞ്ഞു. 18 വയസ്സായിട്ടില്ല ഇവർക്ക് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ ഒരു 16 വയസ്സെന്നാണ് കാണിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ട് വിവാഹം കഴിക്കാനുള്ള പ്രായം അവർക്കായി. കേരളത്തിൽ അവർ ഒരു സിനിമ ഷൂട്ടിങ്ങിന് വന്നതായിരുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. പോലീസുകാർക്ക് ആദ്യം ഒരു ശങ്കയുണ്ടായി ഇത് ആരാണെന്ന് അറിയാത്തതിന്റെ ഭാഗമായിട്ട്. ഇതേ രീതിയിൽ തന്നെ 2 മാസം മുമ്പ് കേരളത്തിൽ മറ്റൊരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. 2 മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിച്ചത് തന്നെയാണ് അതും. കേരളമാണ് ഏറ്റവും സേഫ് എന്ന ധാരണയിൽ തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് കേരളം തന്നെയാണ് ഈ രാജ്യത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവരോട് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴി ഇവർ പരിചയപ്പെടുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. 2 മതത്തിൽപ്പെട്ട ആളുകളാണ്, 2 സംസ്ഥാനത്തിലുള്ള ആളുകളാണ്. മൂന്നാമതൊരു സംസ്ഥാനം കേരളം, അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്ടില് സ്വർഗത്തിൽ വെച്ച് അവർ വിവാഹം നടന്നു എന്നുള്ളതാണ്. വാർത്ത മുഴുവൻ കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ കുംഭമേളയ്ക്കിടെ പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് മൊണാലിസ തരംഗമായത്. മൊണാലിസ ഭോസ്ലെ ഇന്ന് തിരുവനന്തപുരത്തെത്തി. അഭയം തേടിയാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ ഇന്ന് രാവിലെ എത്തിയത്. വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കാമുകൻ ഫർമാനോടൊപ്പം താമസിക്കണമെന്ന ആവശ്യവുമായാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ മൊണാലിസ എത്തിച്ചേർന്നത്. പോലീസുകാർക്ക് ആദ്യം മൊണാലിസ ആരെന്ന് വ്യക്തമായില്ല. പിന്നീടാണ് അവരെ പോലീസ് തിരിച്ചറിയുന്നത്. കുംഭമേളയിൽ ആ ദിവസം പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ മൊണാലിസ ഭോസ്ലെ നിറഞ്ഞു നിന്നത്. പിന്നീട് അവർ പല പരസ്യചിത്രങ്ങളുടെയും മോഡലായി മാറി. പല സിനിമകളിലും അവർക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു. കേരളത്തിലെത്തിയതും ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായാണ് അവർ കേരളത്തിലുമുള്ളത്. ഏതാനും ആഴ്ചകളായി അവർ എറണാകുളത്തായിരുന്നു. 4 ദിവസമായി തിരുവനന്തപുരം പൂവാറിലുണ്ട്. ഇന്ന് രാവിലെയാണ് അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇൻഡോർ സ്വദേശിയായ മൊണാലിസയും മഹാരാഷ്ട്ര സ്വദേശി ഫർമാനും ഫേസ്ബുക്ക് വഴി പ്രണയത്തിലായത്. ഇത് വീട്ടുകാർ എതിർക്കുകയായിരുന്നു. പൂവാറിൽ സിനിമാ ഷൂട്ടിങ്ങിനെത്തിയ മൊണാലിസ ഫർമാനുമായി ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു കയറുകയായിരുന്നു. തന്റെ അച്ഛൻ മറ്റൊരു വിവാഹം ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഫർമാനൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. രാജ്യത്ത് മറ്റെവിടെ പോയാലും തങ്ങളുടെ ബന്ധത്തിന് വലിയ തടസ്സങ്ങളുണ്ടാകും, അത് ഉറപ്പാണ്. സുരക്ഷിത ഇടമെന്ന നിലയിലാണ് കേരളത്തിൽ അഭയം തേടിയതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. യുവതിയുടെ പരാതിയെ തുടർന്ന് മൊണാലിസയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആരെ വിവാഹം കഴിക്കണമെന്നും ആർക്കൊപ്പം ജീവിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കാമുകനൊപ്പം പോകാനാണ് മൊണാലിസയുടെ തീരുമാനമെങ്കിൽ കാമുകനൊപ്പം വിടുമെന്ന് പോലീസ് നിലപാടെടുത്തു. അവരുടെ പിതാവ് കുറെ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വീട്ടുകാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ പ്രിയപ്പെട്ടവനൊപ്പം മൊണാലിസ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയായിരുന്നു. സ്വർഗത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു കേരളത്തിൽ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാം. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കാറ്. 2 മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിച്ച് കൊടുക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവില്ല. പല കമിതാക്കളും കാത്തിരുന്ന് ഒരു പക്ഷെ ഒരു സമയമാകുമ്പോൾ വീട്ടുകാർ അത് സമ്മതിച്ചു കൊടുക്കാറുണ്ട്. ചില ആളുകൾ ഒളിച്ചോടി പോവാറുണ്ട്. അങ്ങനെ പലതുമാണ്. അതാണ് നാട്ടു നടപ്പ്. ഓക്കെ, എന്തുമാകട്ടെ, ഇപ്പോ ഈ പെൺകുട്ടി ഈ നാട്ടിൽ വരുന്നു, അഭയം തേടുന്നു. നമ്മുടെ പോലീസുകാർ നോക്കിയത് നിയമം മാത്രമാണ്. ഇവിടെയുള്ള ആളുകളും നോക്കിയത് നിയമം മാത്രമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 2 പേർക്കും വിവാഹം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വിവാഹം കഴിക്കുന്നു. അതിനിടയിൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ തന്നെ ചർച്ചയിലേക്ക് ഇത് പോയി എന്നുള്ളതാണ്. കേരള സ്റ്റോറി ഇതാണ്. ലവ് ജിഹാദിനെ വളർത്തുന്നു എന്ന രീതിയിൽ ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മൊണാലിസ ഒരു വൈറൽ ഗേൾ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിൽ ഇതിനോടകം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കേരളം ഇതാണ്, ലവ് ജിഹാദ് സപ്പോർട്ട് ചെയ്യുന്നത് സത്യമാണ്, കേരള സ്റ്റോറി സിനിമ സത്യമാണെന്ന രീതിയിലേക്ക് ആളുകൾ പറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കേരളം എത്രത്തോളം സുന്ദരമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളുടെ എണ്ണം നോക്കുക, എത്രത്തോളം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തിനാ വന്നതറിയോ? വേതനം കുറവായതുകൊണ്ട് വേതനം തേടിക്കൊണ്ട് തൊഴിലെടുക്കാൻ വന്നതാ. അത് മാത്രമല്ല, അവരോട് ചോദിക്കുക, അവരുടെ കൂട്ടത്തിൽ ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇവിടെ ആരെങ്കിലും മതം ചോദിച്ച് നിങ്ങളെ തല്ലാറുണ്ടോ എന്നുള്ളത്. ആരും തല്ലാറില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ പശുവിറച്ചി ഉണ്ടോ എന്ന് ചോദിച്ച് ആരും തല്ലിക്കൊല്ലാറില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളോട് ചോദിക്കുക, അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകളൊക്കെ വളരെ കുറവാണ്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ കുറവാണ്. പക്ഷെ നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ അതല്ല. 2 ദളിതരായ കമിതാക്കളെ കെട്ടിയിട്ട് മർദ്ദിച്ചതൊക്കെ വീഡിയോസ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചാണകം തീറ്റിച്ചും ഗോമൂത്രം തലയിലൂടെ ഒഴിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു മതത്തിൽപ്പെട്ട 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ പോലും അവിടെ നിങ്ങൾ സമ്മതിക്കുന്നില്ല. പിന്നെയല്ലേ ഇവിടെയും അവസ്ഥ തന്നെയാണ്. ജാതിയുടെ പ്രശ്നം തന്നെയാണെന്നല്ല. പക്ഷെ കെട്ടിയിട്ട് തല്ലാനൊന്നും ഇവിടെയുള്ള ഒരു മണഗുണാഞ്ചനും വരില്ല. ദുരഭിമാന കൊലകളൊന്നും നടന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് നടന്നിട്ടുണ്ട്. എന്നാൽ പോലും
ഇവിടെ അത് വിരലിലെണ്ണാവുന്ന രീതിയിലേക്ക് മാറുമ്പോൾ, ഒറ്റപ്പെട്ട സംഭവം മാറുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ അത് പെരുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അവിടെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കാണുന്ന രീതിയിൽ തന്നെ ഒരുപാട് മാറ്റമുണ്ട്. മാറ്റി നിർത്തുകയാണ് നിങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മൊണാലിസക്ക് കേരളത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ധൈര്യസമേതം ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനമാണ്. ഇത് കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, BJP-ക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ വിഷയത്തിൽ ഈ വിവാഹം നടന്ന സമയത്ത് കേരളത്തിലെ കുറച്ച് മന്ത്രിമാരൊക്കെ അവരടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. മൊബൈൽ കുറച്ച് ബാക്കിലോട് റിയൽ കേരള സ്റ്റോറി ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ അവർക്ക് കൊടുക്കുകയാണ്. ഈ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ശരിയാണ്, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം എന്നുള്ള കാര്യത്തിന് ഒരിക്കലും തള്ളി പറയുന്ന ആളുകളല്ല. സ്വന്തം വീട്ടിൽ ഇതേ അവസ്ഥ വരുമ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ സംസാരിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞു വെക്കും. കാരണം മാതാപിതാക്കളുടെ വേദന അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, രണ്ട് മതമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നു. രണ്ട് വീട്ടുകാരുടെ സമ്മതമില്ലാതെയുള്ള ഒരു വിവാഹമായിട്ട് തന്നെയാണ് ഇത് മാറുന്നത്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും വേണം. ആ താലി എടുത്തു കൊടുത്ത ആളുകളും അതുപോലെ തന്നെ നിലവിളക്ക് എടുത്തു കൊടുത്ത ആളുകളും അത് കൂടാതെ തന്നെ ഇന്ന് ചുറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകളും എന്നും ഉണ്ടാകണം എന്നുള്ള ഉറപ്പ് അവർക്ക് നൽകുക തന്നെ വേണം. 2 മാസം മുമ്പ് നടന്ന ആ വിവാഹത്തിലുള്ള ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു, പിന്നെ അവരെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒരു നോർത്ത് ഇന്ത്യൻ മണ്ടന്മാർ ഇവിടെ വന്നിട്ട് ഒരു ചാണകങ്ങളും വന്നിട്ട് നമ്മളെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു, അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കടമ ആ വിവാഹം നടത്തി കൊടുക്കുന്ന ആളുകൾക്ക് വേണം. കേരള പോലീസ് കൃത്യമായി നിയമം തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ മാരേജ് ആക്ട് തന്നെയാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. 18 വയസ്സായ പെൺകുട്ടിക്കും 21 വയസ്സായ ആൺകുട്ടിക്കും ഒരുമിച്ച് വിവാഹം കഴിക്കാനുള്ള എല്ലാ നിയമവും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്, ഭയങ്കര എതിർപ്പുണ്ട്, 2 വിഭാഗങ്ങളായി തിരിയുന്നുണ്ട്. നോർത്ത് ഇന്ത്യ വാണങ്ങൾ ഇത് എടുത്തിട്ട് കത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളം ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. കേരളത്തിലേക്ക് അഭയം തേടി വന്ന എല്ലാവരെയും നമ്മൾ എന്നും ചേർത്ത് വെച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിന്റെ നാട്ടിലുള്ള തൊഴിലില്ലാത്ത ആളുകൾ ഈ കേരളത്തിൽ വന്ന് തൊഴിലെടുത്ത് ഗൾഫിലെ പോലെ അവർ നിങ്ങളുടെ നാട്ടിൽ വന്ന് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ആ നടക്കുന്നത്. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ തിരിച്ചു വിളിക്കണം കേട്ടോ. നമ്മുടെ നാട് വിവാഹം നിങ്ങൾക്ക് എല്ലാവിധ ഭാവാഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ നയനാരീശ്വരെയും ദൈവങ്ങളെയും ഗുരുദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സമക്ഷമത സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുകയാണ്. സന്തോഷം നിങ്ങൾ രണ്ടുപേരും കൂടെ സ്വീകരിക്കുക. വിവാഹ സർട്ടിഫിക്കറ്റും കൊടുത്തു, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ മുതൽ നോർത്ത് ഇന്ത്യൻ വാണങ്ങളുടെ ആ കഥകൾ കേൾക്കാം. ഓരോ റീൽസ് ആയിട്ട് ഇനി പുതിയതായി വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യയിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നൊരു സംഭവം തന്നെയുണ്ട്. 2 മതത്തിലുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാം, 2 ജാതിയിലുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാൻ, ആണിനും പെണ്ണിനും ജാതി മതമൊന്നും നോക്കണ്ട, വിവാഹം കഴിക്കാം എന്നുള്ള ഒരു നിയമം. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം ഫണ്ടിൽ നിന്നും ഏകദേശം 2-2.5 ലക്ഷം രൂപയോളം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. 2 മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് കിട്ടും. അങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകൾക്കും ധനസഹായം നൽകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണഘടന പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഞാൻ നോർത്ത് ഇന്ത്യക്കാരോടാട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നടക്കാത്തൊരു വിഷയമായതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്നെ കൊല്ലാൻ വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിൽ നിന്ന് ആ വെട്ട് തടുത്തു കൊടുക്കും. അങ്ങനെ ഒരു കുഴപ്പം നമ്മളെ മലയാളികൾക്കുണ്ട്. അത് കുഴപ്പമാണോ, അതൊരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. സ്നേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമ്മൾ അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കുറെ ആളുകൾ ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളുടെ വേദനയെ കുറിച്ചിട്ട് എനിക്ക് ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല. അത് ഞാൻ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിലുപരി അവരുടെ ഇഷ്ടം, അവരുടെ പ്രണയത്തെ ഒരിക്കലും ജാതി കൊണ്ടോ മതം കൊണ്ടോ വേർതിരിച്ച് ഒരു മതിൽക്കെട്ടിനകത്തേക്ക് മാറ്റി നിർത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ നിയമങ്ങൾ അത് എല്ലാവർക്കും ബാധകമാണ്. സ്പെഷ്യൽ ആക്ട് പ്രകാരം അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞ ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇനി ഒന്നും പറയാൻ കഴിയില്ല. അവര് മതം മാറുകയോ മതം മാറാതിരിക്കുകയോ ഇതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. അതിനും വ്യക്തിപരമായിട്ട് ഇന്ത്യയിൽ ഓരോ മനുഷ്യനും മൗലിക അവകാശങ്ങളുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടമുള്ള ജാതി സ്വീകരിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല.
അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഓക്കെ, അതെന്തുവാട്ടെ, മൊണാലിസ കേരളത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനോടകം വൈറലായിട്ടുണ്ടാവും. ഇനി നോർത്ത് വാണങ്ങളുടെ കഥകളായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയുക. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.